ഹലോ ഗായ്സ്, വെൽക്കം ടു ക്യൂട്ടി JPNS പ്രിൻസസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുള്ളുമോളിൽ നിന്ന് പുതിയതായിട്ട് ക്ലേ വാങ്ങി ആൻഡ് ഓൾസോ സ്ലൈമിന് ലുള്ളുമോൾ നല്ല വാങ്ങിയത്, പക്ഷേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അത് രണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ അൺബോക്സ് ചെയ്യാത്തതാണ് ഉള്ളത്. ഇനി ഞാൻ ഇത് അൺബോക്സും ചെയ്യണം. മൊത്തം 12 ക്ലേയും 2 ടൂളും പിന്നെ 6 ഷേപ്സും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഇവിടെ സ്ലൈം ഉണ്ട് ഗൈസ്, പൂവുണ്ട്. ഇവിടെ 2 പൂവിനാ വെച്ചിട്ടുണ്ട്. ഇവിടെ പിങ്ക് പിന്നെ യെല്ലോ ഒരു പൂ പുതിയതായിട്ട് വലിച്ചത് അങ്ങനെ എടുത്തിട്ട് വന്നത്. പിന്നെ 2 സ്ലൈം ഉണ്ട് ഗൈസ്, പിങ്കും ബ്ലൂ ആയിട്ട് സ്ലൈം ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ഓക്കെ ആണോ നോക്കാം. ഇപ്പോൾ നമ്മൾ 2 ഇതാണ് നോക്കാൻ പോണത്. സ്ലൈം നമ്മൾ ബ്ലൂ കളർ സ്ലൈമാണ് ഫസ്റ്റ് തുറക്കാൻ പോകുന്നത്. തുറന്നപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പഞ്ച് പോലെ 1 2 3 പോലെ കുത്തിക്കൊണ്ടേയിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ വെളിയിലെടുത്ത് വയ്ക്കുക. പീസായിട്ട് വരത്തുള്ളൂ, കാരണം എഡ്ജ് പെട്ടിട്ടാണോ അറിഞ്ഞൂടാ വരുന്നുള്ളതാണ്. പക്ഷെ നല്ല റിലാക്സിങ് ആയിട്ട് കഴിഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണിച്ചിരിക്കണപ്പോൾ. പിന്നെ ഇത് വെച്ച് വെറുതെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇനി ഇത് 2 വെച്ചിട്ട് റേസ് കൂടെ ചെയ്ത് നോക്കാം. ഇത് പിങ്കും ഉണ്ട്, എനിക്ക് പിങ്കാണ് ഫേവറേറ്റ് കളർ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഓൾസോ ഇതിനാണ് സോഫ്റ്റ്നെസ്, അതിനെക്കാട്ടിലും ഇതൊക്കെ സോഫ്റ്റ്നെസ് കൂടുതലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രണ്ടുമേ ഇഷ്ടമാണ്. എല്ലാമേ ഇഷ്ടമല്ലാതെ പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. പിങ്കാണ് ഒരു എക്സ്ട്രാ ഒരു കൂടുതൽ ഇഷ്ടം, കാരണം എനിക്ക് പിങ്ക് കളറാണ് ഫേവറേറ്റ്. ആൻഡ് ഓൾസോ ഇതിന് സോഫ്റ്റ്നെസ് കുറച്ച് കൂടുതലായിരിക്കണേ. അപ്പോൾ ഇത് രണ്ടിനെ അടിച്ച് വെച്ചു. ഇപ്പം നമ്മൾ ഇതിന് 2 റേസ് വെക്കാൻ പറഞ്ഞില്ല, അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആക്കുകയാണ്. ഫുള്ള് പറത്തിയിട്ട് കറക്റ്റാക്കിയിട്ട്. പക്ഷേ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, ബ്ലൂണാ പോയി. ഇപ്പം ഇങ്ങനെ കുറച്ച് ലെങ്ത്ത് കറക്റ്റാക്കി നോക്കിയിട്ട് ഓപ്പൺ ആൻ ചെയ്യാൻ പോകണം. പിങ്ക് പിന്നെ ഇത് നന്നായിട്ടുണ്ടാവും. ഇത് ഞാൻ ഓക്കെയാണ്, ബട്ട് പിങ്കാണ് എനിക്ക് ഫേവറേറ്റ് കളർ. അത് വിന്നായി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബട്ട് നോ ഗൈസ്, ബ്ലൂ ആണ് വിൻ ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് രണ്ടുമേ ഇഷ്ടം ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിന്നായത് വന്ന് ബ്ലൂ ഈസ് എ വിന്നർ. പിങ്ക് കുഴപ്പമില്ല, റണ്ണെന്ന് പറയാൻ പാടില്ല, എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ 2 ഉള്ളിൽ എഴുതാൻ പോകണം. ഇത് ഉള്ളിൽ വയ്ക്കുന്നതാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ല ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ക്ലേ ആണ് അൺബോക്സ് ചെയ്യാൻ പോണേ. ഇതിലാണ് പൂവും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലേ ഞാൻ പിരിച്ചെടുക്കാൻ പോണത്. ഇത് പിരിക്കെ വരുന്നേ ഇല്ല, അത് ലാസ്റ്റിലാണ് വരുന്നത്. നിങ്ങൾ കണ്ടാൽ എടുക്കാറിയാം, ഫുള്ളായിട്ട് പിരിക്കെ അത് വരുന്നേ ഇല്ല. ഞാൻ എന്താ വരാത്ത എനിക്ക് സങ്കടമായിപ്പോയി. പക്ഷേ ലാസ്റ്റിലാണ് അത് വന്നത്. പിന്നെ ഈ സൈഡ് ഒന്ന് പിരിച്ചിട്ട് ഇതേ കൂടെ വരയ്ക്കാൻ സ്റ്റാർട്ടായി. അപ്പം വന്നു കാശ്, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിലാണ് വന്നത്. ഇപ്പം നമ്മൾ ഇതാണ് നോക്കാൻ പോണത്. ഇതൊക്കെ മേലെ ഒരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിലേക്ക് താഴെ ഒരു ചെറിയ ക്ലിയറായി കാണാൻ പറ്റും. ആൻഡ് ഇവിടെ വന്ന് ഇപ്പം നമ്മൾ ക്ലേ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ക്ലേ വന്ന് ഇപ്പം വെളിയിൽ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ബ്ലാക്ക്, സെക്കൻഡ് വൺ എന്താണ് എനിക്കറിയുന്നില്ല എന്താണ്. ഓക്കെ ഗൈസ്, സെക്കൻഡ് വൺ പർപ്പിളാണ്. ഇത് എടുക്ക വരുന്നേ ഇല്ല. ഫുള്ളായിട്ട് എടുത്തിട്ട് ഞാൻ കാണാം കേട്ടോ. ഗൈസ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എടുത്തു. ഞാൻ ഇതിൽ ഏത് കളർ എടുക്കാമെന്ന് വിചാരിച്ചാൽ റെഡ് എടുക്കാം. ഡോൾഫിൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഡോൾഫിൻ. അപ്പോൾ ഡോൾഫിൻ വെച്ച് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇത് വന്ന് നീളമാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് നല്ല കറക്റ്റായിട്ട് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് അതിനെ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരു ടോൾ കണ്ട് ഗൈസ്. ആ ടോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെപ്പറ്റി ഞാൻ ചപ്പാത്തി ചെയ്യുന്ന പോലെ ചിരട്ടിയിട്ട് അതിന് മേലെ ഡോൾഫിൻ്റെ ഷേപ്പ് വെച്ചു. അതിങ്ങനെയല്ല വെക്കുന്നത്, തിരിച്ചാണ് ഷാർപ്പ് ഷെയ്ഡാണ് വെക്കുന്നത്. പിന്നെ അതിന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് എന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരാൻ പോണത് നമ്മൾ നോക്കാം കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ പീസസ് ഞാൻ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് എങ്ങനെ സ്ലൈഡാക്കി നമ്മൾ എടുക്കുന്ന പോലെ. ഇപ്പം നമ്മൾ ഇത് എടുത്ത് നോക്കാൻ പോണ്, ഇത് എങ്ങനെയാണ് വരാൻ പോണത്.
ഷേപ്പ് കറക്റ്റായിട്ട് വന്നു ഗൈസ്. ഷേപ്പ് കറക്റ്റായിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പിങ്ക് കളർ വെച്ചിട്ട് ടെഡി ബെയറാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടുമേ മാച്ചിങ് പിങ്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനെ വെച്ച് പിങ്ക് ചെയ്യാം. ഫസ്റ്റ് എല്ലാം തനി പിച്ചെടുത്തിട്ട് പിന്നെ വന്ന് അതിനെ ഒരുമിച്ച് മിക്സ് ആക്കാൻ വിചാരിച്ചു. പിന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചപ്പാത്തി കറക്കിനെ വെച്ചിട്ടാണ് അപ്പോൾ അത് ചെയ്ത്. ചപ്പാത്തി കറക്കി എല്ലാവരും അത് വന്ന് ടൂളാണ്, ബട്ട് എനിക്ക് പറയാൻ അങ്ങനെയാണ് വരുന്നത്. ക്ലേ ടൂൾ എന്ന് പറയാം അതിനെ. ക്ലേ ടൂളിനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഞാൻ പറത്തിയെടുത്തു അതിനെ ഒരു റൗണ്ട് ഷേപ്പിന്. പിന്നെ ഇപ്പോൾ ഞാൻ ടെഡി ബെയറിനെ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. മറക്കാതെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കാം. നമ്മുടെ ഇത് ഷേപ്പ് നോക്കാം. സോറി കേട്ടോ, ഔട്ട്ഫിറ്റ് പറഞ്ഞപ്പോൾ ബൈ.